അപ്പോൾ നിങ്ങളുടെ മനസ്സൊന്നും ഞാൻ വായിക്കാനൊന്നും മെനക്കെടുന്നില്ല. ചെറിയൊരു ടിപ്പായിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഇവിടെ ചെയ്യുള്ളൂ. ഓക്കെ. ഇത് ഒരു പുസ്തകമാണ്. ഇതിന് കുറേ പേജുകളുണ്ട്. എത്ര പേജുകളാണെന്നും അറിയില്ല, നോക്കിയിട്ടില്ല. ഇതിൽ ധാരാളം വാക്കുകളും ഉണ്ട്. നിങ്ങൾക്ക് ഒരാൾക്ക് ഇവിടെ വരാം, ഈ പുസ്തകത്തിൽ നിന്ന് ഇഷ്ടമുള്ള പേജിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു വാക്ക് നിങ്ങൾക്ക് വായിക്കാം, മനസ്സിലാക്കാം. ഒരു ചെറിയ നിർദ്ദേശം മാത്രമേ ഉള്ളൂ. ഒരു 5, 8, 9 ഒക്കെ ലെറ്റേഴ്സുള്ള കുറച്ച് വലിയ വാക്ക്, അപ്പോഴല്ലേ എനിക്കൊരു ത്രില്ലുള്ളൂ. ഈ ചെറുതൊക്കെ ആകുമ്പോൾ അത്ര ത്രില്ല് വരും. അതുകൊണ്ടാണ്. അപ്പോൾ ആർക്കും വരാം, വന്നിട്ട് ഇഷ്ടമുള്ള പേജിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു വാക്ക്, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വലിയൊരു വാക്ക് സെലക്ട് ചെയ്യാം. ആരാണ് വരുന്നത്? ആരായാലും കുഴപ്പമില്ല. ഇംഗ്ലീഷാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഗോമാഷാവുള്ള മെനക്കെടുത്ത് അല്ല, ഞാൻ നോക്കില്ല. വേണ്ടാറേ വേണ്ട. ഒരു 8-9 ലെറ്റേഴ്സൊക്കെ ഉള്ള വലിയൊരു വാക്ക് നിങ്ങൾക്ക് സെലക്ട്. അത് വായിക്കണ്ട, എനിക്ക് വായിക്കുന്നു വേണ്ട. അത് മനസ്സിൽ വെച്ചാൽ മതി. മനസ്സിൽ വെച്ചാൽ മതി. ഇവിടെ പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. മനസ്സിൽ വെച്ചാൽ മതി. മനസ്സിൽ വെച്ചാൽ മതി. വാക്ക് കിട്ടിയ ഒരു 8-9 ലെറ്റേഴ്സൊക്കെ കുറച്ച് വലിയ വാക്കല്ലേ? റെഡിയല്ലേ? അത്യാവശ്യം വയ്ക്കാം. അത്യാവശ്യം വയ്ക്കാം. അത് മതി. അത് എനിക്ക് ത്രില്ലുള്ളത് കൊണ്ടാണ്. ചെറുതൊക്കെ ആകുമ്പോൾ ത്രില്ലിട്ടാണ്. പുസ്തകം കുഴപ്പമൊന്നുമില്ല. അല്ല, പുസ്തകം അങ്ങനെ അത് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കട്ടോ. അപ്പോൾ ടീച്ചർക്കൊരു വാക്ക് കിട്ടി, കുറച്ച് വലിയ വാക്കാണ്. അതിലെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് വേറൊരു വാക്ക് പറയാം. പറയാം, എല്ലാവരും കേൾക്കാം. ലത. ഓക്കെ. അപ്പോൾ അതിലെന്തായാലും എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലായി. എല്ലാവർക്കും അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. വെളിച്ചമുണ്ടോ ടീച്ചറെ? വെളിച്ചമുണ്ടോ? പിന്നെ ഇത്ര മനസ്സൊന്ന് വായിക്കാം. വെളിച്ചമുണ്ട്, അത് ഉറപ്പാ. ഒരു വീടും വാക്കിനി പറയണം. ലൈറ്റ് ഹൗസ്. ഓക്കെ. യെസ്. അത് എങ്ങനെയാണ് എന്നുള്ളത് അല്ലാതെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഇഷ്ടമുള്ള പേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.